വാർത്തകളിലേക്ക് വിശദമായി. CPM കായംകുളം പെരിങ്ങാല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് വീട് വെച്ചു നൽകി. എരുവ സ്വദേശി ശിവപ്രസാദിനും കുടുംബത്തിനുമാണ് സ്നേഹവീട് നൽകിയത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ CPMന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീടെന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശിവപ്രസാദ് അജിത ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. ശിവപ്രസാദിന്റെ 2 സെന്റോളം വരുന്ന സ്ഥലത്താണ് വീട് നിർമ്മിച്ചത്. ജനകീയ കൂട്ടായ്മയിൽ സ്വരൂപിച്ച 6 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. നല്ലൊരു ഭവനദാന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. CPIM അങ്ങനെ ജില്ലയിൽ തന്നെ ഏകദേശം 300 വീട് വെച്ചു കൊടുക്കും. കേരളം ആകെ വരുമ്പോൾ ഏതാണ്ട് ഒരു 4000 വീടുകളോറ്റം നമ്മൾ വെച്ചു കൊടുക്കും. സെപ്റ്റംബർ 15-നാണ് ജില്ലാ സെക്രട്ടറി R. നാസർ വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. തുടർന്ന് നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്ന അജയന്റെ നേതൃത്വത്തിലാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചത്. അജയന്റെ പെട്ടെന്നുണ്ടായ നിര്യാണത്തെ തുടർന്ന് രാധിക സന്തോഷിനെ കൺവീനറാക്കി വീടിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ പൂർത്തീകരിച്ചു. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, P. സുരേഷ് കുമാർ, KH ബാബുജാൻ, MA അലിയാർ, A. മഹേന്ദ്രൻ, P. അരവിന്ദാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. ആലുവ ജില്ലാ ആശുപത്രിയിൽ വയോജന പരിപാലന കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. മുതിർന്ന പൌരന്മാർക്ക് മാനസികവും ആരോഗ്യപരവുമായ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ വയോജന പരിപാലന കേന്ദ്രത്തിനാണ് തുടക്കം കുറിച്ചത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വയോജന പരിപാലന കേന്ദ്രത്തിന്റെ നിർമ്മാണം. 6 കോടി രൂപ മുടക്കി 6 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. വയോജനങ്ങൾക്ക് താമസ സൗകര്യം, പരിശീലന പരിപാടികൾ, വിനോദോപാധികൾ എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കും. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടൻ നിവിൻ പോളി നിർവഹിച്ചു. നമ്മുടെ നാട്ടിലുള്ള മുതിർന്നവർക്കും പ്രായമായുള്ളവരുടെയും മാനസികവും ആരോഗ്യകരമായ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടാണ് ഈ ജെറിയാട്രിക് സെന്റർ ഇവിടെ വരുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി മുമ്പോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. മുതിർന്നവർക്കും അത് സാധിക്കട്ടെ. മറ്റുള്ള സെൻറ്റേഴ്സിലെല്ലാം സംഭവിക്കുന്നത് പോലെ അവർക്ക് കുറച്ച് മരുന്നും ഭക്ഷണവും മാത്രം കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നതിനുപരിയായി അവർക്കും ഒരു സന്തോഷവും ഒരു ഉല്ലാസവും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെന്ററായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആധുനിക വയോജന സംരക്ഷണം എന്ന കാഴ്ചപ്പാടോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന സെന്ററാണിത്. ചടങ്ങിൽ MLA അൻവർ സാദത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ സനിൽ, വൈസ് പ്രസിഡന്റ് BA അബ്ദുൾ മുത്തലിക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ആലുവ. സദ്ഗമയ സത്സംഗവേദി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാജാക്കാട്ടിലെ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും നിത്യോപയോഗ സാധനങ്ങളും നൽകി. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് സദ്ഗമയ സത്സംഗവേദി. കഴിഞ്ഞ 1 വർഷമായി കേരളത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയാണ് സദ്ഗമയ സത്സംഗവേദി. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുകയും നിർധന കുടുംബങ്ങളെ സഹായിക്കുകയുമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാജാക്കാട് പഞ്ചായത്തിലെ നിർധനരായ രോഗികൾക്കും കുടുംബങ്ങൾക്കും സഹായ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് MS സതി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം പല ഭാഗങ്ങളിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ ദാരിദ്ര്യമുണ്ട്, ആരോഗ്യരംഗത്ത് ദാരിദ്ര്യമുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് ദാരിദ്ര്യമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവയെല്ലാം തുടച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് പല സംഘടനകളും വ്യക്തികളും ട്രസ്റ്റുകളും എല്ലാം മുന്നോട്ട് വരുന്നുണ്ട്. 50ഓളം വരുന്ന കുടുംബങ്ങൾക്കാണ് നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്. രാജാക്കാട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നൌഷാദ് ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ C. രാജേഷ്, ജോയിന്റ് സെക്രട്ടറി TJ പ്രശാന്ത്, ഹെൽത്ത് നഴ്സ് VR ഓമന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 രാജാക്കാട്. ക്ലാസ് മുറികൾക്കൊപ്പം അടുക്കളയും സ്മാർട്ടാക്കിയിരിക്കുകയാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ. ഉച്ചഭക്ഷണം പാചകം ചെയ്യാൻ ഒരുക്കിയ വലിയ സ്റ്റീമറിലേക്ക് ചൂടുവെള്ളം എത്തിക്കാൻ സോളാർ ഹീറ്ററും LPGയും സജ്ജീകരിച്ചു. പാചകവാതകത്തിനൊപ്പം മാലിന്യ നിർമ്മാർജ്ജനവും ലക്ഷ്യമിട്ട് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ ഈ അടുക്കള കൂടുതൽ സ്മാർട്ടാവുകയാണ്. സാധാരണക്കാരുടെ മക്കളാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ വിദ്യാർത്ഥികളിലേറെയും. ഇവിടുത്തെ ക്ലാസ് മുറികൾ മാത്രമല്ല, അടുക്കളയും സ്മാർട്ടായി കഴിഞ്ഞു. വിറകിന്റെ പുകയോ ഭക്ഷ്യമാലിന്യങ്ങളോ ഇവിടെയില്ല. അത്യാധുനിക രീതിയിലുള്ള സ്റ്റീമറും ബോയിലറും ഉപയോഗിച്ചാണ് പാചകം.
ചൂടുവെള്ളത്തിനായി കെട്ടിടത്തിന് മുകളിൽ സോളാർ ഹീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റീം പൈപ്പിലൂടെ കടത്തിവിട്ട് അതിൻ്റെ ഓരോ പാത്രത്തിലേക്കും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന അരി ഇടുന്ന പാത്രത്തും അതുപോലെ തന്നെ സാമ്പാർ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്കും സ്റ്റീം കടത്തിവിട്ടിട്ട് ആണ് ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നത്. അതിനുശേഷം വേസ്റ്റ് ഇവിടെ ഒന്നും വേസ്റ്റ് ആവുന്നില്ല. അതിൻ്റെ കഞ്ഞിവെള്ളം നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം ബയോഗ്യാസ് പ്ലാന്റിലാണ് നിക്ഷേപിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുറമെ പാചകവാതകവും ഇതിലൂടെ ലഭിക്കുന്നു. പ്ലാന്റിൽ നിന്നുള്ള സ്ലറി പച്ചക്കറിത്തോട്ടത്തിലെത്തിക്കും. നൂതന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അടിമുടി സ്മാർട്ടായി കഴിഞ്ഞു. ന്യൂസ് 18 കോടഞ്ചേരി. SSCRT കേരളയും ടെക് മലപ്പുറവും സംയുക്തമായി നടത്തിയ ശാസ്ത്ര ശില്പശാല കലിഡോസ്കോപ്പ് ശ്രദ്ധേയമായി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഗവൺമെന്റ് ടൗൺ UP സ്കൂളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശാസ്ത്രത്തിന്റെ ആസ്വാദന തലം മനസ്സിലാക്കി കുട്ടികളെ ഗവേഷണാത്മക ശാസ്ത്ര പ്രതിഭകളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലിഡോസ്കോപ്പ് സംഘടിപ്പിച്ചത്. മർദ്ദം വാതകത്തിൽ എന്ന പാഠഭാഗം ഗവേഷണാത്മകമായി ഒരു കുട്ടിയെ ഗവേഷണാത്മകമായി അവന്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അറിവിന്റെ പ്രയോഗതലം അറിയില്ല. ഒരു കുട്ടിക്ക് അറിവ് നേടിയിട്ടുണ്ട്, പക്ഷെ അത് എവിടെ പ്രയോഗിക്കണം, എന്ത് ചെയ്യണമെന്നറിയില്ല. അതിനെ ആ അറിവിന്റെ പ്രയോഗതലം കണ്ടെത്തി കുട്ടിക്ക് അത് പ്രയോഗിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അങ്ങനെ ശാസ്ത്ര പ്രതിഭയാക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ചെയ്തത്. ആശയത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന പരിശീലനമാണ് സംഘടിപ്പിച്ചതെന്ന് അധ്യാപകർ. നമ്മൾ ഇതിലെ മോട്ടോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ കുട്ടിയും ശാസ്ത്ര പ്രതിഭ അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇവിടെ പ്രാവർത്തികമാവുകയാണ്. 56 കുട്ടികളാണ് ഞങ്ങൾക്ക് 7ാം ക്ലാസ്സിലുള്ള. ഓരോ കുട്ടിയും ഇതിന്റെ ശാസ്ത്രതത്വം ഉൾക്കൊള്ളുകയും ഓരോ കുട്ടിയും പഠനോപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. 14 പരം ഉപകരണങ്ങളാണ് വിദ്യാർത്ഥികൾ സ്വയം നിർമ്മിച്ച് പരീക്ഷണം നടത്തിയത്. ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു. ഞങ്ങൾ ആദ്യമേ സ്കൂളിലേക്ക് വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. വളരെ നല്ലതായിരുന്നു. ഞാൻ കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണിത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഞങ്ങളുടെ പാഠവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പരീക്ഷണ പ്രവർത്തനങ്ങളെ വിദ്യാർത്ഥികൾ മത്സരബുദ്ധിയോടെ നേരിട്ടപ്പോൾ പിന്തുണ നൽകാൻ അധ്യാപകരും ഒപ്പം കൂടി. ന്യൂസ് 18 കൊട്ടാരക്കര. സംഗീതവാസനയുണ്ടായിട്ടും കാര്യമായി അവസരം ലഭിക്കാത്തവർക്ക് വേദികൾ ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് കണ്ണൂരിലെ ഒരു ഗ്രന്ഥശാല. ചെറുകുന്ന് കീഴറയിലെ വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയാണ് എല്ലാവർക്കും പാടാമെന്ന പരിപാടിയിലൂടെ അറിയപ്പെടാത്ത പ്രതിഭകൾക്കായി വേദിയൊരുക്കുന്നത്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ദാക്ഷായണിയമ്മ എന്ന ഈ 68-കാരി പാട്ടുപാടാൻ വേദി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നു. പ്രായമായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഇതിന്റെ ഭാരവാഹികളോടെല്ലാം വളരെ നന്ദിയുണ്ട്. നമ്മളെ നാട്ടിലെ കുഞ്ഞുങ്ങളാണ്, അവർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മാസമായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ, അവർക്ക് അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഗാനസന്ധ്യ എല്ലാ മാസവും ആസ്വദിക്കുന്നതിനും ഇത് സാധ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ 24ാമത് എപ്പിസോഡ് ഏകദേശം 2 വർഷമായിട്ട് തുടരുന്ന ഒരു പരിപാടിയാണ്. ഈ വാനിശമായിട്ട് നാട്ടിലെ എല്ലാ ആളുകളും ഒരു ഉത്സവം പോലെ ഈ പരിപാടിയെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയും. 2 വർഷം മുമ്പ് ആരംഭിച്ച എല്ലാവർക്കും പാടാം എന്ന പരിപാടി ഇപ്പോൾ 24 വേദികൾ പിന്നിട്ടു. കലാകാരന്മാരുടെ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള പരിശീലന പരിപാടികൾക്ക് പദ്ധതിയിടുകയാണ് ഇപ്പോൾ സംഘാടകർ. ന്യൂസ് 18 കണ്ണൂർ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവം സമാപിച്ചു. വോയിസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് സംഗീതോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി സംഗീത പ്രതിഭകളാണ് വൈക്കം ക്ഷേത്രത്തിൽ നടന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിൽ സംഗീതാർച്ചന നടത്തിയത്. ഇതോടനുബന്ധിച്ച് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ദക്ഷിണാമൂർത്തി ഗാനേന്ദു ചൂട പുരസ്കാരം ഗായിക സുജാതയ്ക്ക് നൽകി. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയ്ക്ക് വിദ്യാസാഗർ നൽകിയ സംഭാവന കണക്കിലെടുത്ത് ദക്ഷിണാമൂർത്തി സംഗീത സുമേരു പുരസ്കാരവും നൽകി. ചലച്ചിത്ര പിന്നണി ഗായകൻ ദേവാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗുരുദക്ഷിണ ഗാനം ആരംഭിച്ചത്. വോയിസ് ഫൗണ്ടേഷൻ ചെയർമാൻ TS ഉദയൻ, AS മനോജ്, ദീപു കാലാക്കൽ, വൈക്കം ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 വൈക്കം. കോഴിക്കോടിന്റെ മലയോര മേഖലയിലെ ജനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മലയോര മഹോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്തിനെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും
നേതൃത്വത്തിൽ ജനുവരി 27 വരെയാണ് മലയോര മഹോത്സവം. പ്രളയത്തെ തുടർന്ന് തകർന്ന മലയോരത്തെ കാർഷിക വ്യാപാര മേഖലകൾക്ക് ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെയാണ് മലയോര മഹോത്സവം തുടങ്ങിയത്. മുക്കം അഗസ്ത്യമൊഴി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മലയോര മഹോത്സവത്തിൽ 16 ദിവസം നീളുന്ന പരിപാടികളാണ് നടന്നുവരുന്നത്. കാർഷിക വിപണന മേളയോടൊപ്പം സാംസ്കാരിക പരിപാടികൾ, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, സയൻസ് എക്സിബിഷനുകൾ, ഭക്ഷ്യമേള എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന നിയമസഭാ മ്യൂസിയവും മലയോര ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഒന്നായി ഉത്സവ നഗരിയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ഓരോ ദിവസവും മേള സന്ദർശിക്കാൻ എത്തിച്ചേരുന്നത്. മേള നല്ല അടിപൊളിയായിട്ടുണ്ട്. പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, പിന്നെ കുറെ റൈഡ്സ് ഉണ്ട്. കലാപരിപാടികളും ഫുഡ് കോർട്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും കൊടുവള്ളി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തുകളും 17 ഗ്രാമസഭകളും മുക്കം കൊടുവള്ളി നഗരസഭകളും സഹകരിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിനോടനുബന്ധിച്ച് ഓരോ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് 18 മുക്കം. ഇനി ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് 1 മണിക്കൂർ വൈകിയോടുന്നു. ബാംഗ്ലൂർ കൊച്ചുവേളി എക്സ്പ്രസ് 27 മിനിറ്റ് വൈകുന്നു. തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ് 28 മിനിറ്റ് വൈകുന്നു. എറണാകുളത്തേക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 32 മിനിറ്റ് വൈകിയോടുന്നു. ചെന്നൈ കൊല്ലം സ്പെഷ്യൽ 25 മിനിറ്റ് വൈകുന്നു. ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് 28 മിനിറ്റ് വൈകിയോടുന്നു. തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസ് 25 മിനിറ്റ് വൈകിയോടുന്നു. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 35 മിനിറ്റ് വൈകിയോടുന്നു. തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് അരമണിക്കൂർ വൈകിയോടുന്നു. ഇടവേള. തൃശൂർ മനക്കൊടി വെളുത്തൂർ പടവിൽ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങി. ഈ മാസം വിളവെടുക്കേണ്ട പാടശേഖരത്തിലെ നെല്ലാണ് കരിഞ്ഞുണങ്ങിയത്. തൃശൂർ മനക്കൊടി വെളുത്തൂർ പടവിൽ 210 ഏക്കറിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതിൽ 15 ഏക്കറോളം സ്ഥലത്തെ നെല്ലാണ് കരിഞ്ഞുണങ്ങിയത്. എല്ലാ കാലവും മഴയെ ആശ്രയിച്ചാണ് ഇവിടെ കൃഷി ഇറക്കിയിരുന്നത്. ഇത്തവണ മഴ കുറഞ്ഞതിനാൽ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെന്ന് കർഷകർ പറയുന്നു. വല്ല മഴേനെയും മറ്റുള്ളതിനെയൊക്കെ ആശ്രയിച്ചപ്പോൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കൃഷിയിൽ ഒരു 10-15 ഏക്കറോളം ഭൂമിയിലെ പല ഭാഗത്തും ഭാഗികമായിട്ട് കരിഞ്ഞു പോയി വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ. തുടർന്ന് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത കൊല്ലം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇവിടെ നിലവിൽ വന്നതിന് ശേഷം എന്തെങ്കിലും കൃഷി കാര്യങ്ങളിലൂടെ സൗകര്യമായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഭൂമി അല്ലെങ്കിൽ തരിശിടേണ്ട ഗതികളിലേക്കാണ് പോകുന്നത്. പാടശേഖരത്തിലേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളില്ല. ഏതെങ്കിലും പദ്ധതിയിൽ മാത്രമേ ഇത് ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാരണം കാണിച്ചാണ് സോണൽ ഓഫീസ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലായില്ലെങ്കിൽ അടുത്ത വർഷം കൃഷിയിടം തരിച്ചിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. 50ഓളം കർഷകരാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇത് ചെറിയൊരു വരൾച്ച മാത്രമാണെന്നും വിളവിനെ ഇത് കാര്യമായി ബാധിക്കില്ലെന്നും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VR നരേന്ദ്രൻ പറഞ്ഞു. സമയത്ത് കൊയ്ത്ത് നടത്തി എല്ലാ വിളവും എടുക്കുകയാണെങ്കിൽ കാര്യമായ ദോഷങ്ങളൊന്നുമില്ലാതെ കൃഷിക്കാർക്ക് കൃത്യമായ വിളവ് കിട്ടുന്നതാണ്. ഒരു ജലസേന പദ്ധതിയുടെ ഒരു അഭാവമാണ്. ആ ജലസേന പദ്ധതി അവർ അതിനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ വകുപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുവരെ അംഗീകരിച്ച് കിട്ടിയിട്ടില്ല. ഈ കാര്യം ഞങ്ങൾ മേലധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ, എൽദോസ്, KL ജോസ്, PN ഗോപിനാഥൻ തുടങ്ങിയവരും പാടശേഖരം സന്ദർശിച്ചു. ന്യൂസ് 18 തൃശൂർ. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ മലപ്പുറം ഇരുമ്പിളിയത്തെ കർഷകർ ആശങ്കയിൽ. ഇരുമ്പിളിയം ലിഫ്റ്റ് ഇറിഗേഷൻ വഴി കൃഷിക്കാവശ്യമായ വെള്ളം എത്താത്തതോടെയാണ് കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് കർഷകരിൽ പലരും. ഇരുമ്പിളിയം പഞ്ചായത്തിൽ കൃഷി ചെയ്യാൻ നിരവധി പേർ മുന്നിട്ടിറങ്ങാറുണ്ടെങ്കിലും പ്രോത്സാഹനം നൽകേണ്ട അധികൃതർ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ് ആരോപണം.
ഇരുമ്പിളിയം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മന്ദഗതിയിലായിട്ട് വർഷങ്ങളായി. പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ കഴിയാത്തത് കർഷകരെ ആശങ്കയിലാക്കുന്നു. പമ്പ് ഹൗസിലുള്ള എല്ലാ മോട്ടറുകളും തകരാറിലാണ്. അത് കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്യുകയോ വളരെയധികം പഴക്കം ചെന്ന മോട്ടോറുകളാണ് ഇവിടെ ഉള്ളത്. അത് മാറ്റി സ്ഥാപിക്കുകയോ അതുപോലെ തന്നെ കനാലിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൃഷിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആകെ ഉടഞ്ഞു പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന ഒരു കനാലാണ്. കൃഷി വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയും കർഷകർ പ്രതിഷേധിക്കുന്നു. ഈ പ്രാവശ്യത്തെ കൃഷി തന്നെ കണ്ടമാനം ഭാഗം ഉണങ്ങിക്കിടക്കുകയാണ്. ലാസ്റ്റ് കതിർ വരുന്ന ഈ അവസ്ഥയിൽ വെള്ളം കിട്ടാത്തത് കൊണ്ട് പകുതി ഉണങ്ങിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കർഷകർ. എല്ലാ കർഷകരും വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കൃഷി ചെയ്യാൻ നിരവധി പ്രതിസന്ധികളാണ് കർഷകർ തരണം ചെയ്യേണ്ടി വരുന്നത്. കടമെടുത്തും സ്വർണം പണയം വെച്ചുമെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങിയവർ എല്ലാം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുന്നതിന് കാരണം അധികൃതരുടെ അനങ്ങാപ്പാറ നയമാണെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 തിരൂർ. ക്ലീൻ ചീക്കോട് ഗ്രീൻ ചീക്കോട് പദ്ധതിയുമായി മലപ്പുറം ചീക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അജൈവ മാലിന്യങ്ങളും കളമശ്ശേരി HMT ഫെസിലിറ്റി സെന്ററിലേക്ക് കയറ്റി അയക്കും. പഞ്ചായത്തിൽ റിക്കവറി ഫെസിലിറ്റി സെന്റർ തുടങ്ങാനും ഹരിത കർമ്മസേനയ്ക്ക് രൂപം നൽകാനും തീരുമാനമായി. ചീക്കോട് പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങളാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തിലാണ് മാലിന്യ ശേഖരണം. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കളമശ്ശേരി HMT ഫെസിലിറ്റി സെന്ററിലേക്ക് കയറ്റി അയക്കും. കളമശ്ശേരിയിലേക്കുള്ള ആദ്യ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം നിർവഹിച്ചു. പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കാൻ റിക്കവറി ഫെസിലിറ്റി സെന്ററും ഹരിത കർമ്മസേനയും രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ പുസ്തകങ്ങൾ, എല്ലാ മാലിന്യങ്ങളും ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ദൗത്യമാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. ക്ലീൻ ചീക്കോട് ഗ്രീൻ ചീക്കോട് എന്ന ഒരു മഹത്തായ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. 10 ദിവസം കൊണ്ട് മുഴുവൻ മാലിന്യവും കയറ്റി അയക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ചീക്കോട്. വണ്ടൂർ ഹോമിയോ ക്യാൻസർ സെന്ററും വാഴക്കാട് മസ്ജിദുൽ ഇസ്ഹാൻ കമ്മിറ്റിയും പീപ്പിൾ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാന്ദിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. വണ്ടൂർ ഹോമിയോ ക്യാൻസർ സെന്റർ ഫൗണ്ടേഷനും വാഴക്കാട് മസ്ജിദ് ഇഹ്സാൻ കമ്മിറ്റിയും സംയുക്തമായാണ് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മരുന്ന് വിതരണത്തോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളും സൗജന്യമായി നൽകുന്നുണ്ട്. ക്യാമ്പുകളിലെത്താൻ കഴിയാത്തവർക്കായി വീടുകളിലെത്തി പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കായി വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, വാട്ടർ ബെഡ് എന്നിവയും സൗജന്യമായി എത്തിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഈ പനി, ജലദോഷം തുടങ്ങിയുള്ള അസുഖങ്ങളുടെ ക്യാമ്പല്ലത്. നേരെ മറിച്ച് വളരെ മാരകമായ രോഗങ്ങൾ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്യാൻസർ തുടങ്ങിയുള്ള മാരകമായ രോഗങ്ങൾക്ക് ചികിത്സ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഡോക്ടേഴ്സ് ടീം വീടുകളിൽ പോയിട്ട് അവർക്ക് തുടർ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതായത് വീടുകളിൽ പോയിട്ട് ഇവർക്കുള്ള അസുഖങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് മരുന്ന് കൊടുക്കേണ്ട 1 മാസം തുടർച്ചയായി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇത് തുടർ പ്രക്രിയയാണ് ഈ പരിപാടി. 100 കണക്കിന് രോഗികൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റംല, ഡോക്ടർ അബ്ദുറഹിമാൻ ഇസ്മായിൽ നേതൃത്വം നൽകി. നിരവധി രോഗികളാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂസ് 18 വണ്ടൂർ. കോതമംഗലം മൈലൂർ ജുമാ മസ്ജിദിന് കീഴിലുള്ള ഫരീദിയ തൈക്കാവിൽ മൗലൂദും കൊടിക്കുത്ത് നേർച്ചയും നടന്നു. ആണ്ടുതോറും നടത്തിവരുന്ന ചടങ്ങാണിത്. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കാഞ്ഞിരമറ്റത്ത് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ മകരവിളക്ക് കൊടിക്കുത്തിനോടനുബന്ധിച്ചാണ് ഫരീദിയ തേക്കാവിലെയും കൊടിക്കുത്ത് നേർച്ച നടത്തുന്നത്. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇവിടുത്തെ കൊടിക്കുത്ത് നേർച്ച. ഫരീദിയ തൈക്കാവിനോട് ചേർന്നുള്ള പഴക്കമുള്ള കാഞ്ഞിരമരത്തിന് മുകളിൽ കൊടി ഉയർത്തുന്നതാണ് പ്രധാന ചടങ്ങ്. കൊടി ഉയർത്തുന്ന സമയം ഈ മരത്തിലെ ഇലകൾക്ക് കയ്പുണ്ടാകില്ലെന്നാണ് വിശ്വാസം. മുത്തവല്ലി AM അബ്ദുൽ ഖാദറാണ് കൊടി ഉയർത്തിയത്. മൈലൂർ ജമാഅത്ത് ഇമാം മുഹമ്മദ് അലി ബാഖവി, ബഷീർ അൽ ഖാസിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 കോതമംഗലം. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്പെക്ട്രം 2018 ജോബ് ഫെയർ അരീക്കോട് ഇന്നു മുതൽ ITIയിൽ നടക്കും. 75-ൽ പരം സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ തൊഴിൽ നേടുന്നതിനുള്ള മികച്ച അവസരമാണിത്. വിവിധ ITI കോഴ്സുകൾ പാസ്സായവർക്ക് മേളയിൽ പങ്കെടുക്കാം. സർക്കാർ നേരിട്ട് നടത്തുന്ന തൊഴിൽ മേളയാണിത്. തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളും ഉദ്യോഗാർത്ഥികളും www.spectrumjobs.org എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക കേരളം.
കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളത്തിനോട് ചേർന്നുള്ള മമ്പറം പാടത്ത് വിശാലമായ കൃഷിത്തോട്ടം കാണാം. മാപ്പിളപ്പാട്ട് കലാകാരൻ തറയിട്ടാൽ ചേർങ്ങോടൻ മൂസ കുരിക്കലുടെ കൃഷിയാണിത്. തികഞ്ഞ ചിട്ടവട്ടങ്ങളോടെയാണ് മൂസ കുരിക്കൽ കൃഷിയിറക്കുന്നത്. മൂസ ഗുരുക്കളുടെ കൃഷിയിടത്തിലെത്തിയാൽ വൈദ്യർ കൃതികളിൽ നിന്നുള്ള ഇശലുകളുടെ മാപ്പിളപ്പാട്ട് കേൾക്കാം. ഒപ്പം മണ്ണിൽ കിളച്ചുമറിയുന്ന ശബ്ദവും. കോൽക്കളിയും അറബനയും മാത്രമല്ല, ജൈവ കൃഷിയുടെ കൂടി ആശാനാണ് ഇദ്ദേഹം. 2.5 ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് കൃഷിയിടം. പുലർച്ചെ 5-ന് കൃഷിയിടത്തിലെത്തും. തിരിച്ചെത്തിയാൽ ഉച്ചവരെ മത്സ്യവിൽപ്പന. 2 മണിക്കൂർ വിശ്രമത്തിനു ശേഷം വീണ്ടും കൃഷിപ്പണി. രാത്രിയിൽ കോൽക്കളിയും അറബന പരിശീലനവും. സ്കൂൾ കലോത്സവത്തിൽ അറബനയിലും കോൽക്കളിയിലും വിദ്യാർത്ഥികളുടെ പരിശീലകനാണ് ഇദ്ദേഹം. കലനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എന്ത് തന്നെ കോൽക്കളി, അറബനമുട്ട്, ഇത് ഞാൻ ദുബായ് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ പങ്കെടുത്ത ആളാണ്. പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ 50ാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ അന്ന് PM സയ്യിദ് സ്പീക്കറായിരിക്കുന്ന കാലത്താണത്. അങ്ങനെ പല വേദികളിലും പല പരിപാടി നടന്നിട്ടുണ്ട്. കല്യാണ പരിപാടി, അതുപോലെ തന്നെ ജാഥ, പല പരിപാടിക്കും പോകും. സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കുമ്പളം, മത്തൻ, ചെരങ്ങ, പടവളം, പാവയ്ക്ക, വെണ്ട തുടങ്ങി വിവിധയിനം പച്ചക്കറികളും ഇടവിളയായി കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. നാട്ടിലെ വിപണിക്ക് പുറമെ ഗൾഫ് നാടുകളിലേക്കും പച്ചക്കറികൾ കയറ്റി അയക്കുന്നു. തൊഴിൽ ചെയ്യുന്നതിനിടയിൽ കിട്ടുന്ന വിശ്രമ സമയം കൂടി മാപ്പിള കലകളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനായി നീക്കിവെക്കുകയാണ് മൂസ. ന്യൂസ് 18 കൊണ്ടോട്ടി. 1000 കിലോ തൂക്കമുള്ള പോത്ത് തമിഴ്നാട്ടിലെയോ ഹരിയാനയിലെയോ കാലിച്ചന്തയിലല്ല, ഇങ്ങു കേരളത്തിലെ മലപ്പുറത്താണ് ജനശ്രദ്ധ നേടി മാണിക്യം വളരുന്നത്. ഇവനാണ് മലബാർ മാണിക്യം. വയസ്സ് 2.5, തൂക്കം 1000 കിലോ. മലപ്പുറം വടക്കേങ്ങര സ്വദേശി മുനീറിന്റെ തൊഴുത്തിലാണ് ഈ വിശിഷ്ടാംഗം. മുറ ഇനത്തിൽപ്പെട്ട മാണിക്യത്തെ ഹരിയാനയിൽ നിന്നാണ് 1.5 വർഷം മുമ്പ് വാങ്ങിയത്. ഭംഗി കണ്ടപ്പോൾ വാങ്ങിച്ചു. 5 വയസ്സ് വരെ നിർത്താന്നുള്ളത് ഉദ്ദേശം. 5 വയസ്സ് വരുമ്പോൾ നമുക്കത് 1800 കിലോ ഒക്കെ ബോഡി വെയിറ്റ് വരാൻ സാധ്യത. ആരോടും അത്ര പെട്ടെന്ന് ഇണങ്ങാത്ത ഈ ഭീമൻ പോത്ത് പക്ഷേ മുനീറിന്റെ മകൻ 5 വയസ്സുകാരനായ ഫാമസിന് മുൻപിൽ കുഞ്ഞാടാണ്. അല്പം വ്യത്യസ്തമാണ് ഈ ഭീമൻ പോത്തിന്റെ മെനുവും. കൊപ്പരപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ചോളത്തിന്റെ പൊടി, പിന്നെ കോഴിമുട്ട, നാടൻ കോഴി ഇടിച്ചിട്ട് അതെല്ലാം കൊടുക്കണ്ട. 1 ലക്ഷം രൂപയായിരുന്നു വാങ്ങുമ്പോൾ വില. മോഹവില പറഞ്ഞ് പലരും വരുന്നുണ്ടെങ്കിലും വിൽക്കാനില്ലെന്ന് മുനീർ. കാരണം മാണിക്യം ഇപ്പോൾ അവരുടെ വീട്ടിലെ ഒരംഗമാണ്. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ.